ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജാർ കേക്കിന് ഒരു 1 ഡേ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ ആദ്യം തന്നെ കറക്റ്റായിട്ടുള്ളൊരു പ്ലാനിങ് ചെയ്ത് വെക്കുക. അപ്പോൾ അതായത് ഏതൊക്കെ ഫ്ലേവർ, ഇപ്പോൾ ഞാനിവിടെ 3 ഫ്ലേവറിലുള്ള ജാർ കേക്കിനാണ് ഓഫർ ഇട്ടിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഏതൊക്കെ സ്പോഞ്ച് എത്ര വെച്ച് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഇതേപോലെയാണ് ചെയ്തത്. ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ജാർ കേക്കിൻ്റെ അടപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എത്ര പീസ് എടുക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് നോക്കി വെക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് 7 ഇഞ്ചിൻ്റെ ടിന്നാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇതേപോലെയുള്ള 200 ml ജാറിൻ്റെ ഒരു 5 പീസ് നമുക്ക് ഒരു ലെയറിൽ നിന്നും കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ബാക്കിയുള്ള പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് 7 ജാർ കേക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ സ്പോഞ്ചൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും റെസിപ്പി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഇതൊക്കെ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ 21 ജാർ കേക്കിനായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ജാർ കേക്കിൻ്റെ ആ ജാറൊക്കെ ഒന്ന് ഇനി നന്നായിട്ട് കഴുകിയിട്ടൊന്ന് തുടച്ച് വെക്കണം. പിന്നെ ഇതേപോലെയുള്ള വുഡിൻ്റെ സ്പൂണും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 200 ml ജാറാണ്. അപ്പോൾ ഇതിന് 26 രൂപയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ സ്പൂണിന് 2 രൂപയും. അപ്പോൾ നമ്മൾ ഈ ജാർ കേക്ക് കൊടുക്കുമ്പോൾ ജാറ് തിരിച്ചു വാങ്ങുമെന്നില്ല. കുറച്ച് പേര് ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എല്ലാം ഇവിടെ കഴുകിയിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പോഞ്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 4 മുട്ടയ്ക്ക് 1 kg ചെയ്യുന്ന ഒരു റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ചാണ്. പിന്നെ ഇതൊരു 1/2 kg വൈറ്റ് വാനില സ്പോഞ്ചും പിന്നെ 3 മുട്ട ഉപയോഗിച്ചിട്ട് ഒരു ചോക്ലേറ്റ് സ്പോഞ്ചുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 8 ഇഞ്ചിൻ്റെ പാനിൽ 4 മുട്ട ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 9 ജാർ കേക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ 6 ഇഞ്ചിൽ 2 മുട്ട വെച്ച് ചെയ്യുമ്പോൾ 5 ജാർ കേക്കും 7 ഇഞ്ചിൽ ഒരു 3 മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ 7 ജാർ കേക്കുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ബ്ലൂബെറിയുടെ ജാർ കേക്കാണ് റെഡിയാക്കുന്നത്. ആദ്യം ഒരു ലെയർ ഇതേപോലെ കേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ ക്രീം ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഇതേപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിന് മുകളിൽ ബ്ലൂബെറിയുടെ ക്രഷും കൂടി ആക്കി കൊടുക്കാം. ഇനി അടുത്ത ലെയർ കേക്കും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ 2 പീസ് കറക്റ്റായിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള പീസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. മുകളിലത്തെ പീസ് വെക്കുമ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള ആ ചെറിയ ചെറിയ പീസ് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ജാറിലും ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും മുകളിൽ ക്രീമും പിന്നെ കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 5 ബ്ലൂബെറി ജാർ കേക്കും ചെയ്തിട്ടുണ്ട്. ഇനി റെഡ് വെൽവെറ്റിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ക്രീം ചീസ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ച ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് കേടിലായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് അതിലെ വെള്ളമൊന്നും ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ ആ ഊറ്റി വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്നും കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അരച്ച ശേഷം ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടാണ് ഒന്നുകൂടി അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇവിടെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ക്രീം ചീസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി റെഡ് വെൽവെറ്റിൻ്റെ ജാർ കേക്ക് ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇനി ചോക്ലേറ്റ് ട്രഫിൾ ജാർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ക്രീമും ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഓരോ ജാറായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ആദ്യം ഒരു പീസ് കേക്ക് വെച്ച ശേഷം വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ക്രീമും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം.
പിന്നെ ചോക്ലേറ്റ് ഗനാഷും ഇതേപോലെ തന്നെ ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ജാറിലും ഒന്നിച്ചിട്ട് തന്നെ സ്പോഞ്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്നിച്ച് ക്രീം ആക്കി കൊടുക്കാം, പിന്നെ ഗനാഷ് ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാനിത് റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നതാണ്. അങ്ങനെ എല്ലാം ചെയ്ത ശേഷം കുറച്ച് റിബൺ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാറിൻ്റെ ആ ഒരു സൈസിനനുസരിച്ചിട്ട് വേണം ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ. അതിന് അറ്റം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ റിബണിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പല കളറിലും ഇത് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. അതിനുശേഷം ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം സ്പൂൺ ഇതേപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ജാർ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ലിഡിൻ്റെ മുകളിൽ ലോഗോ വെച്ചിട്ടുള്ള സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ അല്പം വലിപ്പം കൂടുതലായതുകൊണ്ട് ചെറിയ സൈസിലാകാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ചു കൊടുത്തത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് കണ്ണൂരുള്ളവരാണെങ്കിൽ കണ്ണൂർ കാൾടെക്സിനടുത്തായിട്ട് ട്രെയിനിങ് സ്കൂളിൻ്റെ അടുത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസ് റോഡിൽ SR എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ്. അപ്പോൾ ജാർ കേക്കിൻ്റെ ആ ഒരു സൈസിലുള്ള സ്റ്റിക്കർ ആണെങ്കിൽ അതിന് ഒരു ഷീറ്റിൽ 35 എണ്ണമാണ് വരിക. 5 ഷീറ്റിന് 300 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജാർ കേക്കിൻ്റെ ബോക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാൻ വാങ്ങുന്ന സമയത്ത് അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെയുള്ള ബോക്സാണ് വാങ്ങിയത്. അതിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സെലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ജാർ കേക്കും ഉണ്ടാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പം ഞാനെല്ലാം രാത്രി തന്നെ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് എല്ലാം ഡെലിവറി ചെയ്തത്. ഇപ്പോൾ മിക്കവരും ഇതേപോലെ നെറ്റിൻ്റെ തുണിയിൽ ഒന്ന് കവർ ചെയ്ത് റിബണോ അല്ലെങ്കിൽ അതിന് മുകളിൽ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ ബാക്കിയുള്ള പീസ് നെറ്റിൻ്റെ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്തതാണ്. അതിന് മുകളിൽ ഫ്രഷ് ഫ്ലവർ ഇല്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റിക് ഫ്ലവർ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.